ഒരു ഹൈ പ്രോട്ടീൻ മീൽ ഉണ്ടാക്കിയാലോ? ചിക്കനും എഗ്ഗും മുരിങ്ങയിലും ക്യാരറ്റും സവാളയുള്ളിയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ പാനിലേക്ക് 2 ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ബട്ടർ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 2 ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം 100 ഗ്രാം ചിക്കനും 3 എഗ്ഗും എടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് ആദ്യം ഇട്ട് കൊടുത്തത് ചതച്ച് വെച്ച ഉള്ളിയാണ്, വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത്. വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ക്യാരറ്റും ഒരു സവാളയും ഒരു ക്യാരറ്റും വരുന്നതാണ് ഇതിട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്ത് വരണം. ഒരുപാടങ്ങ് വേവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ക്രഞ്ചിനെസ് ഇരുന്നോട്ടെ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് മുരിങ്ങയില ഇടാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിന് ശേഷം ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ച ചിക്കനാണ്. 100 ഗ്രാം ചിക്കനുണ്ട്. അത് മിക്സിയിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് കൊടുത്തതാണ്. ഒന്ന് വേഗം വേവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിലേക്ക് ഒരു 2 കൈപ്പിടി മുരിങ്ങയില ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ചിക്കൻ ബോയിൽ ചെയ്ത വാട്ടറാണ്. മുരിങ്ങയില ഒന്ന് ജസ്റ്റ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ കുറേ ഓയിൽ ഉപയോഗിക്കേണ്ടി വരും, അപ്പോൾ നമ്മൾ ഹെൽത്തി മീൽ പോവും. അതിന് വേണ്ടിയിട്ടാണ് ആ ബോയിൽഡ് വാട്ടർ ഒഴിച്ചു കൊടുത്തത്. നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് മുരിങ്ങയില ഒന്ന് വാടി വരട്ടെ. അപ്പോഴത്തേക്ക് 3 മുട്ട നമുക്കൊരു ബൗളിലേക്കിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുരിങ്ങയിലയും ചിക്കനും എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ടയിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ല, കാരണം ചിക്കനും ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്. സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഉപ്പിട്ടിട്ടില്ല. എന്നിട്ട് ഇത് നമുക്ക് ഓംലെറ്റ് ആക്കി ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇവിടെ ഞാൻ ഓംലെറ്റ് ആക്കുന്നില്ല, കാരണം അത് പൊട്ടിപ്പോകുമെന്ന് തോന്നുന്നു, കാരണം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ അടച്ചു വെച്ച് വേവിച്ചിട്ട് തോരൻ പോലെ ചിക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഒരു ഹൈ പ്രോട്ടീൻ മീലാണ്. നമുക്ക് ഇപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്കാണെങ്കിലും അല്ലാണ്ട് ഒമാ ഡയറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ ഒരു നേരത്തെ മീലിൽ ഇങ്ങനെ ചെയ്ത് കഴിക്കാവുന്നതാണ്. കാരണം ചിക്കൻ പ്രോട്ടീനാണ്, മുട്ട പ്രോട്ടീനാണ്, മുരിങ്ങയിലുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്, അയണും കാൽസ്യം കിട്ടും. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഫുൾ മീലാണ്. ടേസ്റ്റ് ഉണ്ട്. ഞാൻ പിന്നെ ഇതിലേക്ക് വേറെ സീസണിങ്സും കുരുമുളക് പൊടിയും ഒന്നും ചേർത്തിട്ടില്ല, ഇങ്ങനെ തന്നെ കഴിക്കാമെന്നാണ് വിചാരിക്കണേ.